ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹാഷ് ബ്രൗൺസ് ആണ്. പേര് കേട്ടൊന്നും നിങ്ങൾ ഞെട്ടണ്ട. വളരെ സിമ്പിളായി പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും, വലിയവർക്കും അതേപോലെ തന്നെ ഇഷ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഹാഷ് ബ്രൗൺസ് തയ്യാറാക്കാനായി ഞാനിവിടെ 3 മീഡിയം ടൈപ്പ് പൊട്ടാറ്റോസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് പീൽ ചെയ്ത ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 3 പൊട്ടാറ്റോയും പീൽ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടാറ്റോസ് എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഐസ് വാട്ടറിൽ ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കാം. പൊട്ടാറ്റോസിൻ്റെ ഓവറായിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഐസ് വാട്ടറിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്കൊരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ ഒരു ക്ലോത്ത് ഇടാം. ഇനി നമുക്ക് ഐസ് വാട്ടറിൽ കിടക്കുന്ന പൊട്ടാറ്റോസ് പിഴിഞ്ഞ് ഇതിലേക്കിടാം. ഇനി ഈ ക്ലോത്തിൽ കൂടെ നന്നായി പ്രസ് ചെയ്ത് ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് പിഴിഞ്ഞ് കളയണം. ഇനി ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഈ പൊട്ടാറ്റോസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/4 കപ്പ് മൊസറല്ല ചീസ്, 1/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് റിഫൈൻഡ് ഓയിലാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഇങ്ങനെ ചെറിയ ഒരു ഉരുള പോലെ ആക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. തിന്നായിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. എന്നിട്ട് ഇത് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാൻ. ഇതേപോലെ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. എടുത്ത് ചെറിയൊരു ബോൾ പോലെ ആക്കിയതിന് ശേഷം നമ്മളെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് മെല്ലെ പ്രസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ എടുക്കണം. എന്നിട്ടിത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ടതൊക്കെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ഓർക്കണേ. നമ്മൾ ആദ്യം ഇട്ടത് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ടതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഇട്ടത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. എന്നിട്ടൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയായ ഹാഷ് ബ്രൗൺസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്